അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ പോലെ നമ്മൾ പ്ലസ്സും മൈനസും വന്നാൽ അതിലും പ്ലസ് മൈനസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലേ, നെഗറ്റീവും വരുന്ന സമയത്തൊക്കെ നമ്മൾ ഉള്ള കേസുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് ടു സൈൻസ് കം ടുഗദർ, അതായത് സൈനുകൾ തമ്മിൽ ഒരുമിച്ച് വരാണ്. അതായത് അതിൻ്റെ ഇടയിൽ നമ്പേഴ്സ് ഇല്ലാതെ സൈന് തമ്മിൽ ഒരുമിച്ച് വരാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കറിയാം നമ്മുടെ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക നമ്മൾ ചെയ്തതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം 2x + 5 അതുപോലെ x - y ഇങ്ങനത്തെ ഒരു കേസൊക്കെ ഉണ്ടാവും. 5y ഓക്കെ. ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു ടേം y ടേം നോക്കിക്കേ, പ്ലസ് മൈനസ് y ആണ് അവിടെ ചെയ്യുന്നത് അല്ലേ. മൈനസ് ചെയ്യാണ് ഇക്വേഷൻ തമ്മിൽ. അപ്പോൾ ഇവിടെ ഒരു മൈനസും കൂടെ വരുന്നുണ്ട്. അതായത് ഈ രണ്ട് സൈൻ ഒരുമിച്ച് വരികയാണ്. +5y -y എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മൈനസ് എന്തായി മാറി? പ്ലസ് ആയിട്ടാണ് മാറുക. ക്ലിയർ ആയോ? അതല്ല ഇനി ഇവിടെ പ്ലസ്സാ ചെയ്യുന്നതെങ്കിലോ, ഇവിടെ പ്ലസ്സാ ചെയ്യുന്നതെങ്കിൽ ഇതാ +5y +-y. അപ്പോൾ ഇവിടെ പ്ലസ്സും മൈനസും സൈൻ ഒരുമിച്ച് വന്നു. അപ്പോൾ നമുക്ക് കിട്ടാൻ മൈനസാണ് ആൻസർ വരിക. 5y ഒരു y പോയാൽ 4y, അപ്പം -4y. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടെ 4 കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ നോക്കാം, 4+ ഏതിനോടാണ് പ്ലസ് ചെയ്യുന്നത്? -2നോട്. അപ്പോൾ 4 + -2, അതായത് പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്തായി മാറും? മൈനസ് ആയിട്ടാണ് മാറുക. അപ്പോൾ 4 - 2 എന്നാണ് ആൻസർ വരിക. ഓക്കെ. അതേപോലെ ++ തിരിച്ച് -+ ഒരുമിച്ച് വന്നാൽ അതും മൈനസ് ആവും. കണ്ടോ? അപ്പോൾ പ്ലസ്സും മൈനസും എങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നാലും അതൊക്കെ എന്തായി? മൈനസ് ആയിട്ടാണ് ലാസ്റ്റിൽ വരിക. ക്ലിയർ ആയോ? അതായത് ലാസ്റ്റത്തെ ആൻസർ അല്ല കേട്ടോ മക്കളെ, നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ ആൻസർ അല്ല, അതിൻ്റെ നടുക്കുള്ള സംഭവമാണ് ഈ പറയുന്നത്. ഈ രണ്ട് സൈനും ഒരുമിച്ച് വരുമ്പോഴുള്ള സംഭവമാണ്. പ്ലസ്സും മൈനസും വന്നാൽ, മൈനസും പ്ലസ്സും വന്നാൽ അവിടെ മൈനസാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസറും സെയിം ആണ്. 4 - 2 = 2 തന്നെയാണ് ആൻസർ വരിക. ക്ലിയർ? ഓക്കെ ആണോ? അതായത് പ്ലസ്സും മൈനസും ഒരുമിച്ച് തൊട്ടടുത്ത് വന്നാൽ അത് മൈനസായിട്ട് പോവും, നെഗറ്റീവായിട്ടാണ് പോവുക. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഒരു ബാറ്ററിയൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് നെഗറ്റീവ് ചാർജ് അവിടെ വന്നാൽ പ്ലസിൻ്റെ കൂടെ അല്ലേ, പോസിറ്റീവ് ചാർജിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നാൽ അവിടെ അത് നെഗറ്റീവ് ആവും. ഓക്കെ. ഇനി പ്ലസ്സും വന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് തന്നെയാണ്. അതായത് 4 + 2 എന്താണ് വരിക? 4 + 2 അല്ലേ. 4 + 2 6 ആണ് വരിക. ഓക്കെ. അതേപോലെ തന്നെ നെഗറ്റീവും അതായത് സെയിം ചാർജുകൾ ഒരുമിച്ച് കൂടിയാൽ അത് പോസിറ്റീവാണ് വരിക. ക്ലിയർ ആയോ? പോസിറ്റീവ് ഇതാ സെയിം ചാർജുകൾ വന്നാൽ അവിടെ പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ ചാർജ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? അത് നെഗറ്റീവായിട്ട് മാറുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, 4 - -2 മൈനസും ഒരുമിച്ച് വന്നു, പോസിറ്റീവായി. അപ്പോഴും നമ്മുടെ ആൻസർ എന്താണ്? 4 + 2 6. ഓക്കെ.